സൗദിയിലെ പ്രവാസികൾക്ക് മുഴുവൻ നേട്ടമാകുന്ന ശമ്പള സുരക്ഷാ നിയമം നടപ്പിലാക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. നിയമം അനുസരിച്ച് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഓരോ മാസവും കൃത്യമായി തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എത്തിക്കണം. തുടർച്ചയായി 2 മാസത്തിലേറെ ശമ്പളം മുടങ്ങിയാൽ തൊഴിലാളിക്ക് സ്പോൺസറുടെ അനുമതി ഇല്ലാതെ ജോലി മാറാനാകും. സൗദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതായിരുന്നു സ്ഥാപനങ്ങളോട് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അഥവാ WPS നടപ്പാക്കാൻ ആവശ്യപ്പെട്ടത്. 2013 ആരംഭിച്ച ഈ സംവിധാനത്തിന്റെ അവസാന ഘട്ടമാണ് നാളെ പ്രാബല്യത്തിലാവുക. ഇതുവഴി തൊഴിലാളിക്ക് കരാറിൽ വ്യക്തമാക്കിയ സമയത്തും തുകയിലും ശമ്പളം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സ്ഥാപനമോ സ്പോൺസറോ ശമ്പളം മുടക്കിയാൽ അത് ഓട്ടോമാറ്റിക്കായി നിരീക്ഷിക്കപ്പെടുകയും സ്ഥാപനത്തിന്റെ സേവനം തടസ്സപ്പെടാനും കാരണമാകും. നേരിട്ട് ബാങ്ക് വഴിയാണ് WPSന്റെ പ്രവർത്തനം. ഇതിനായി സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ട് മദത് പ്ലാറ്റ്ഫോമുമായി ലിങ്ക് ചെയ്തിരിക്കും. ഇതോടെ ശമ്പള വിതരണം ബാങ്ക് വഴി മാത്രമേ നടത്താനാവൂ. ഓരോ മാസവും HR അക്കൗണ്ട്സ് വിഭാഗം തൊഴിലാളികളുടെ പേ സ്ലിപ്പ് മദത് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം. ഇതിൽ ശമ്പളത്തുകയും ആനുകൂല്യങ്ങളും കൂട്ടുകയും പിഴകളുണ്ടെങ്കിൽ കുറക്കുകയും ചെയ്യാം. ഇതോടെ 48 മണിക്കൂറിനകം ശമ്പളം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും. പ്രവാസികൾക്ക് വലിയ നേട്ടമാകും ഈ തീരുമാനം. കാരണം WPS വഴി ശമ്പളം തുടർച്ചയായി 2 മാസമോ അതിൽ കൂടുതലോ മുടങ്ങിയാൽ തൊഴിലാളിക്ക് തൊഴിൽ കരാർ റദ്ദാക്കാം. പുതിയ ജോലിയിലേക്ക് സ്പോൺസറുടെ അനുമതിയില്ലാതെ മാറുകയും ചെയ്യാം. കിവ പ്ലാറ്റ്ഫോം വഴി ഇതിനുള്ള അപേക്ഷ തൊഴിലാളിക്ക് നൽകാനാകും. മാത്രവുമല്ല, WPSന്റെ ഡാറ്റ ഉപയോഗിച്ച് ശമ്പള കുടിശ്ശിക, നഷ്ടപരിഹാരം, ബോണസ് തുടങ്ങിയവക്ക് ഓൺലൈൻ വഴി കോടതിയിലും പരാതി നൽകാം. വേഗത്തിൽ ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാകും. ഇനി തുടരെ ശമ്പളം മുടങ്ങി തൊഴിലാളിക്ക് നാട്ടിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ സ്പോൺസറുടെ സമ്മതമില്ലാതെ ഫൈനൽ എക്സിറ്റും ലഭിക്കും. ഫലത്തിൽ സ്പോൺസർക്കും സ്ഥാപനത്തിനും ശമ്പളം നൽകാത്തതിന് ഒരു ന്യായീകരണവും ഇനിയുണ്ടാകില്ല. WPS രേഖകൾ മന്ത്രാലയം തന്നെ നേരിട്ട് നിരീക്ഷിക്കും. പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് സർവീസുകൾ റദ്ദാക്കുന്നതിന് പുറമെ പിഴയും ലഭിക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.